ഐക്യരാഷ്ട്രസഭയിലെ മുതിർന്ന നയതന്ത്ര പ്രതിനിധിയും ആക്ടിവിസ്റ്റുമായ മുഹമ്മദ് സഫയുടെ രാജി ആഗോള തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ പോരാട്ടങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന മുഹമ്മദ് സഫ യുണൈറ്റഡ് നേഷൻസിലെ തന്റെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. കേവലം ഒരു രാജിയല്ല ഇത്. ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഹമ്മദ് സഫ UN വിട്ടത്. എന്താണ് അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നിൽ? എന്തൊക്കെയാണ് ആരോപണങ്ങൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ ശക്തമായ ലോബി അമേരിക്കയെയും ഇസ്രായേലിനെയും സംരക്ഷിക്കുന്നു. ലോകം ഒരു ആണവായുധ പ്രയോഗത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം UN പോലും മുൻകൂട്ടി കാണുന്നുണ്ടെന്നാണ് മുഹമ്മദ് സഫയുടെ വെളിപ്പെടുത്തൽ. രാജിക്കത്തിന്റെ ഉള്ളടക്കവും ആരോപണങ്ങളും വിശദമായി അറിയുന്നതിന് മുൻപ് ആരാണ് മുഹമ്മദ് സഫ എന്ന് നോക്കാം. പാട്രിയോട്ടിക് വിഷൻ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പ്രധാന പ്രതിനിധിയായി അദ്ദേഹം UN-ന്റെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തോളമായി UN-നുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് സഫ. 2013 മുതൽ പാട്രിയോട്ടിക് വിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. 2016-ലാണ് PVA UN-ലെ അതിന്റെ പ്രധാന പ്രതിനിധിയായി സഫയെ നോമിനേറ്റ് ചെയ്തത്. UN ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ പ്രത്യേക ഉപദേശക പദവിയുള്ള PVAയുടെ പ്രതിനിധിയായി ന്യൂയോർക്ക്, ജനീവ, വിയന്ന എന്നിവിടങ്ങളിലെ UN യോഗങ്ങളിലും കമ്മിറ്റികളിലും സഫ സജീവമായിരുന്നു. വ്യത്യസ്ത UN സെക്രട്ടറി ജനറൽമാരുടെയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പ്രസിഡന്റുമാരുടെയും കാലഘട്ടത്തിൽ ഏകദേശം 12 വർഷം അദ്ദേഹം സംഘടനയുമായി സഹകരിച്ചു. കാലാവസ്ഥാ പ്രവർത്തകൻ എന്ന നിലയിലും ആദ്യകാലത്ത് ശ്രദ്ധ നേടിയ സഫ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. നയതന്ത്ര മേഖലയിൽ ഏറെ ആദരിക്കപ്പെട്ടിരുന്ന അദ്ദേഹം പെട്ടെന്നൊരു ദിവസം തന്റെ പദവികൾ ഒഴിയാൻ തീരുമാനിച്ചത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പുറത്തുവിട്ടത്. ഏറെ ആലോചിച്ചതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പങ്കുവച്ച കത്തിൽ പറയുന്നു. UN-ലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ശക്തമായ ഒരു ലോബിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം സഫ ഉയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം ആ കത്തിൽ ആരോപിക്കുന്നു. ചില UN ഉദ്യോഗസ്ഥർ UN-ന് വേണ്ടിയല്ല, ശക്തമായ ലോബികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായതിനാൽ PVAയുടെ UN പ്രതിനിധി സ്ഥാനവും ഞാൻ അംഗമായ UN-ലെ എല്ലാ കമ്മിറ്റികളും ഗ്രൂപ്പുകളും ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകാനോ അതിന്റെ ഭാഗമാകാനോ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. സഫ പങ്കുവച്ച കുറിപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇതാണ്. ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് UN തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇറാനെതിരെയുള്ള നീക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇറാൻ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ ചില UN ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്നുണ്ടെന്നും ഇത് ഇറാനെതിരെ ഒരു യുദ്ധം തുടങ്ങാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം തന്റെ കത്തിൽ ആരോപിക്കുന്നുണ്ട്. ഗസയിൽ ചെയ്തതുപോലെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി വഴിയൊരുക്കാനാണ് ഈ നീക്കമെന്നാണ് സഫ പറയുന്നത്. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയാൻ UN ഉന്നതർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ലെബനനിൽ നടക്കുന്നത് യുദ്ധക്കുറ്റങ്ങളാണെന്ന് പറയാൻ അവർക്ക് എന്താണ് തടസ്സം? ഇറാനിലെ യുദ്ധം അന്താരാഷ്ട്ര നിയമവിരുദ്ധമാണെന്നും ഇറാൻ ലോക സമാധാനത്തിന് ഉടനടി ഭീഷണിയല്ലെന്നും പറയാൻ UN മുതിർന്ന ഉദ്യോഗസ്ഥർ മടിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയും ഇസ്രായേലിനെയും സംരക്ഷിക്കുന്ന ഒരു പവർഫുൾ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് സഫ തുറന്നടിക്കുന്നു. ഇസ്രായേലിനും US-നുമെതിരെ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും ആരോപിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതാ ലോബിയുടെ സമ്മർദ്ദം മൂലമാണെന്നും അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള യുദ്ധത്തിന് പിന്നിൽ ആണവായുധ ഭീഷണിയാണെന്ന തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഗസയിൽ വംശഹത്യ ആരംഭിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ ലെബനനിലും ഉപയോഗിക്കുന്നത്. UN ഇനിയും ഈ തെറ്റ് ആവർത്തിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ തനിക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നു. കൂടാതെ തനിക്കും കുടുംബത്തിനുമെതിരെ വധഭീഷണികൾ ഉണ്ടായപ്പോൾ UN തന്നെ കൈവിട്ടതായും അദ്ദേഹം ആരോപിക്കുന്നു. 2023 തന്നെ രാജി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ്. 3 വർഷം ക്ഷമിച്ചതായും അദ്ദേഹം പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും സഫ തന്റെ രാജിക്കത്തിൽ ഊന്നി പറയുന്നു. മുഹമ്മദ് സഫയുടെ ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു ആക്ടിവിസ്റ്റിന്റെ വാക്കുകളായല്ല ലോകം കാണുന്നത്. ഗസ വംശഹത്യയിൽ പ്രതിഷേധിച്ച് നേരത്തെ രാജിവെച്ച ക്രൈഗ് മോഖിബറിനെ പോലുള്ളവരുടെ തുടർച്ചയായാണ് സഫയുടെ നീക്കത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. ആഗോള മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ ഈ രാജ്യം UN-ലെ ലോബി സ്വാധീനത്തെക്കുറിച്ചുള്ള നിലവിലുള്ള വിമർശനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. UN അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ഉയരുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു വേദിയായി UN മാറിയോ എന്ന മുഹമ്മദ് സഫയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. സഫയുടെ ആരോപണങ്ങളോട് UN ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ട സഭയിൽ നിശബ്ദനായി തുടരാൻ എനിക്ക് കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് സഫ തന്റെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാം.